വെൽക്കം ടു IAS ഫാക്ടർ. അങ്ങനെ ഫൈനലി UPSCയുടെ ഹോൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് വന്നു, പോസ്റ്റ്പോൺ ചെയ്തിട്ടില്ല. പിന്നെയും ഒരു വലിയ ഒരുപാട് പേര് ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് എനിക്കറിയാം, കാരണം നമ്മളത് പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്നത്തെ ഇതിൽ നമ്മൾ ആകെ അറിയേണ്ടത് എഗെയിൻ UPSC എക്സാം ഇസ് ഓൺ. ഹോൾ മാറ്റി വെച്ചിട്ടില്ല, എല്ലാവരും മാറ്റി വെക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എവിടെയോ മാറ്റി വെക്കുന്നതിൽ ഒരു ശരി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പ് എല്ലാവർക്കും കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഫൈനലി അഡ്മിറ്റ് കാർഡ് ഇതിൽ ഓൾറെഡി ഇപ്പോൾ UPSCയുടെയും ഇതിലെയും സൈറ്റിലൊക്കെ അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞു. സോ ദാറ്റ് വി ആർ ഗോയിങ് അഹെഡ് വിത്ത് ദി എക്സാമിനേഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതിൽ 2-3 കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഒന്ന്, അഗെയിൻ UPSC എന്ന് പറയുന്നത് പിന്നെയും അൺപ്രഡിക്റ്റബിൾ സർവീസ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നെയും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സോ നോ വൺ തിങ്, കാരണം എവിടെയോ നമ്മൾ ഇത് അൺഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഗെറ്റ് റെഡി എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. കാരണം നമ്മൾ ഇനി ഫർദറായിട്ട് എവിടെയോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഒരുപാട് പേര്, കുറച്ച് % ആൾക്കാരെങ്കിലും നിങ്ങൾ ഒരു 100% പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊരു 60% കൊടുത്തിട്ടുണ്ടാവുള്ളൂ ചില ആൾക്കാർ. കാരണം ഇപ്പോഴും ഇത് മാറ്റില്ലേ എന്നുള്ള ഒരു ടെൻഷൻ നമുക്കുണ്ട്. ന്യൂസ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ട്വീറ്റ്സ്, ടെലിഗ്രാം ചാനൽസ് നോക്കുക. ഇനി എന്തായാലും തൽക്കാലത്തേക്ക് ഇനി ഇത് മാറ്റി വെക്കുകയോ, ഇനിയിപ്പോൾ നമുക്കറിയില്ല. നാഷണൽ സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റിൽ വി ഹാവ് അബ്സല്യൂട്ട്ലി നോ ഐഡിയ. സോ ഡു നോട്ട് വറി അബൌട്ട് ദി നാഷണൽ സെക്യൂരിറ്റി. അത് ഇറ്റ് ഈസ് സേഫ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദ ഡിഫൻസസ്. ആൻഡ് ഇനി പഠിച്ചു തുടങ്ങി. ഇനി അത് അടുത്തൊരു മെൻ്റലി നമ്മൾ ട്രാക്കിലേക്ക് വന്നില്ല എങ്കിൽ ഇനി പ്രശ്നമാണ്. സോ ഗെറ്റ് റെഡി. ആൻഡ് എവിടെയോ ഒരു ഇനി നിങ്ങളുടെ മനസ്സിൽ ഇതേപോലെ 1500 ചോദ്യങ്ങളുണ്ടാവും. കാരണം ഇനി കാശ്മീരിലെ കുട്ടികൾ എങ്ങനെ എഴുതും, അതെങ്ങനെ എഴുതും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ടു സം എക്സ്റ്റെൻറ്റ് ഐ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് ഇന്ത്യയിലുള്ള കുറേ ആൾക്കാർ, കാരണം അത്രയ്ക്കധികം നമ്മൾ കോമൻറ്റ് സെക്ഷൻസ്, നാഷണൽ ലെവലിലെ ത്രെഡ്സും ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒത്തിരി ആൾക്കാർക്ക് ലാസ്റ്റ് ഒരു 10 ദിവസമായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ പറ്റിയിട്ടില്ല ഈ ബോർഡർ ഏരിയാസിൽ. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇനി 1500 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ലീവ് ഇറ്റ് ഔട്ട്. അത് അടുത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. കാരണം നമ്മൾ അത് മറന്നിട്ട് ക്വസ്റ്റ്യൻ ബോക്സ് ഫോർഗെറ്റ് ആൻഡ് ഫോക്കസ്. ലെറ്റ്സ് ഫോക്കസ് ഓൺ ദ 2 Fs. ഫോർഗെറ്റ് ആൻഡ് ഫോക്കസ് ബാക്ക്. കം ബാക്ക്. അടുത്ത എക്സാമിലേക്കുള്ള അടുത്ത കുറച്ച് ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് റിവിഷനും കാര്യങ്ങളായിട്ടൊക്കെ വരിക. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയും, എവിടെയോ ഒരു ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് മാറ്റുമെന്ന്. പക്ഷെ സത്യത്തിൽ ഇത് നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വി ആർ സ്ലോലി ഗെറ്റിംഗ് ബാക്ക് ടു ദി എക്സാമിനേഷൻ. പക്ഷേ എവിടെയോ ഒരു ചെറിയ സംഭവം, റിയൽ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ, നമ്മൾ നാഷണൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, അവിടെ കാശ്മീരിൽ ബോംബ് പൊട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രോൺസ് വീഴുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ നാഷണൽ ഇഷ്യൂ ഉണ്ട്. പക്ഷെ എവിടെയോ പേഴ്സണലായിട്ട് നമുക്കൊരു ആസ്പിരൻ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായി പഠിക്കായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് പരീക്ഷ എടുത്തപ്പോൾ ടെൻഷൻ കൂടി, ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയോ കൂടെ മാറ്റി വെച്ചിരുന്നെങ്കിൽ മെൻ്റലി ഒരു സന്തോഷം കിട്ടിയേനെ എന്നൊരു തോന്നലാണ് പലരും. സത്യം പറഞ്ഞാൽ എന്തൊക്കെ നാഷണൽ സെക്യൂരിറ്റിയാണ്, കാരണം ഇതായിട്ട് പറയുന്നതല്ല, നമ്മൾ ബോർഡർ ഏരിയാസിൽ താമസിക്കാത്തതുകൊണ്ടും കേരളത്തിൽ താമസിക്കുന്നതുകൊണ്ടും അവർക്ക് അൺഫെയർ ആണെങ്കിലും നമുക്കിവിടെ വളരെ പീസ്ഫുൾ ആയിട്ടാണ് നമ്മളെല്ലാം പഠിച്ചത്. എവിടെയൊക്കെയോ നാഷണൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എവിടെയോ എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം എന്നൊരു ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് UPSC ഡസൻറ്റ് വർക്ക് ദിസ് വേ. നമുക്ക് എത്ര സമയം കിട്ടിയാലും, ഈവൻ ഇഫ് യു ഗെറ്റ് 3 weeks or 4 weeks അഗെയിൻ, പിന്നെയും ഇത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ ഇനി എഴുതാം. അല്ലാതെ ഈ അൾട്ടിമേറ്റ് പ്രശ്നം ഇതൊന്നുമല്ല. നമുക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടെ പഠിക്കായിരുന്നു എന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. സോ ഇനി അത് മറികടക്കുക. ഡു വൺ തിങ്. ഇനി വേറൊന്നുമില്ല, നമുക്ക് കറക്റ്റായിട്ട് റിവൈസ് ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ നേരത്തെ ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ ബേസിക്സ് വളരെ നന്നായിട്ട് എടുക്കാൻ നോക്കുക. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. മേക്ക് ഷുവർ നിങ്ങളുടെ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും എക്കണോമി ആണെങ്കിലും അതേപോലെ തന്നെ എൻവയോൺമെൻറ്റ് ആണെങ്കിലും ബേസിക്സ് നന്നായി നോക്കി വയ്ക്കുക. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇനി എന്ത് കാണിച്ചാലും ഇത് തീരാൻ പോകുന്നില്ല. സോ കറണ്ട് അഫയേഴ്സിലേക്ക് ഒരുപാട് അത്യാവശ്യം ഒരു ദിവസം നമ്മൾ കുറച്ചൊക്കെ റിവൈസ് ചെയ്യാന്നുള്ളതല്ലാതെ നിങ്ങളിനി 1000 പേജ് 2000 പേജൊക്കെ വായിച്ചു വെച്ചിട്ട് 1000 പേജ് 2000 പേജൊക്കെ വായിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ബേസിക്സ്, ഗെറ്റ് ബാക്ക് ടു ദ ബേസിക്സ് ആൻഡ് മേക്ക് ഷുവർ ഒരു 50-55 ക്വസ്റ്റ്യൻ നമ്മുടെ പ്രിലിംസിൽ നമുക്ക് പാസ്സാവാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ബേസിക്സിലുണ്ട്. സോ വർക്ക് ഓൺ ദാറ്റ്. ഫോർഗെറ്റ് ആൻഡ് ഫോക്കസ് എന്നുള്ളതിൽ വിശ്വസിക്കുക. ഇനി ചിലപ്പോൾ നാളെ ഇനിയിപ്പോൾ അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യയിലുള്ള ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ വരും. UPSCയിൽ 2014 CSAT മാറ്റണോ വേണ്ടെന്ന് വെച്ചിട്ട് ഡൽഹിയിൽ കാറൊക്കെ കത്തിച്ച ആൾക്കാരുണ്ട്. ഫോർഗെറ്റ് എവറിത്തിങ്. ഇനിയിപ്പോൾ നമുക്കത് മാറ്റൂലെന്ന് നോക്കിയിരിക്കുന്നില്ല.
ഡു യുവർ ബെസ്റ്റ്. ഇനി നന്നായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. സോ അത് എത്രയും പെട്ടെന്ന് നന്നായി ചെയ്യാൻ നോക്കുക. സോ ബെസ്റ്റ് വിഷസ്. ഇനി ഡു വെൽ. ബാക്കിയുള്ള റിവിഷൻ്റെ കുറച്ച് കാര്യങ്ങളോ യൂട്യൂബിലൂടെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും ഷെയർ ചെയ്യാം. സോ വർക്ക് ഹാർഡ്. ബാക്കിയുള്ള കാര്യങ്ങൾ മറക്കുക. ഗെറ്റ് ബാക്ക് ഓൺ ദ ട്രാക്ക്. ഓക്കെ, ഡു വെൽ.